എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് അബുദാബി വരെ പോകട്ടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരത്തെ ആയിട്ട് ഒരു 5 മണിക്ക് ആയിട്ട് ഇപ്പോൾ ആ ഒരു സമയത്താണ് അവിടെ പോകുന്നത്, ഇരുട്ടാട്ടെ, അതായത് നേരം വെളുത്ത് വരണുള്ളൂ. അപ്പോൾ നമുക്ക് അബുദാബിയിലുള്ളൊരു വീഡിയോ ആണെന്ന്. ദുബായിൽ നിന്ന് അബുദാബിക്ക് ബസ്സിലോട്ട് പോകണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും എത്താനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഏകദേശം റൂമിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 5:10 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ബസ് കയറണം. റൂമിൻ്റെ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം എനിക്കിനി അവിടേക്ക് എത്താൻ, അബുദാബി സ്റ്റേഷനിലേക്ക്, അതായത് അബുദാബി ബസ്സിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇരുട്ടാണ്. അപ്പോൾ നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ചേട്ടാ, ഞാനപ്പോൾ അബുദാബി ബസ്സിൽ കയറിയിട്ട് ഇരിക്കുന്ന ഒരു വീഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6:30 ആയതുകൊണ്ട് ഞാൻ ഈ ബസ്സിൽ കയറിയപ്പോൾ അപ്പോൾ അങ്ങനെ സീറ്റിൽ ഇരുന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതേ ബസ്സിൽ കയറി ഇരിക്കുന്ന ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ ബസ്സിൽ. ഞാനിപ്പോൾ ഗുബൈ ബസ് സ്റ്റേഷനിലാണ് ഞാൻ അബുദാബിക്കുള്ള ബസ് കയറിയിട്ട്. അപ്പോൾ ഇതേ ബസ് പതുക്കെ എടുക്കണുള്ളൂ. ഇതേ അങ്ങനെ ബസ് എടുത്തു വിട്ടു. അപ്പോൾ ആ ബസ് എടുത്തപ്പോഴുള്ള വ്യൂ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പതുക്കെ നേരൊക്കെ വെളുത്ത് വരണുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന്, അതായത് റൂമിൽ നിന്ന് ഇറങ്ങിയത് 5 മണി 5:10 ഇറങ്ങിയതാണ്. എന്നിട്ട് അവിടെ മെട്രോയ്ക്ക് പിടിച്ചിട്ട് വേണം, ഇവിടുന്ന് ഒരു ബസ് കയറിയിട്ട് പിന്നെ മെട്രോയ്ക്ക് പിടിച്ചിട്ട് വേണം എനിക്ക് ഗുബൈ ബസ് സ്റ്റേഷനിൽ, എന്നിട്ട് വേണം അബുദാബിക്കുള്ള ബസ് കയറാനായിട്ട്. അപ്പോൾ ആ ബസ്സിൽ കയറി ഇതേ വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരൊക്കെ പതുക്കെ വെളുത്ത് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തെടുത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആണെങ്കിൽ കറക്റ്റ് വിൻഡോ സീറ്റ് കിട്ടും ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ അപ്പുറത്തേക്ക് ആൾക്കാരുണ്ടായതുകൊണ്ട് സുഖമായിരുന്നു, ഒറ്റയ്ക്കായിട്ട് വന്നിട്ട് പോയത്. അങ്ങനെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ട വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം ഞാൻ അബുദാബി എത്താറായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ഉറക്കവും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ എഴുന്നേറ്റാണത്. ഏകദേശം എനിക്ക് അബുദാബിക്ക് എത്താനായിട്ട് 2.5 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് സിനിമയൊക്കെ കണ്ടിരുന്നാലോ ഒന്ന്, പിന്നെ ഇത്ര നേരത്തെ എഴുന്നേറ്റുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഫോണിലെടുക്കുകയും പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ടാണ് ഇരിക്കണത്. അപ്പോൾ കണ്ട വ്യൂ ആണിത്. നേരൊക്കെ പതുക്കെ വെളുത്ത് വരണുള്ളൂ കേട്ടോ. നേരം അത്ര ഒന്നും ആയിട്ടില്ല, ഒരു 7 മണിക്കേ ആയിട്ടുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചും കൂടിയും ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റപ്പോൾ കണ്ട ഇതാണ്. അപ്പോൾ ഏകദേശം മനസ്സിലായി അബുദാബിക്ക് എത്തിയെന്ന്. അപ്പോൾ ഇനി കുറച്ചും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അബുദാബിക്ക് എത്താറുള്ള സ്ഥലമായി. അത്ര കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ നമുക്കറിയാലോ അബുദാബിക്ക് എത്താറായിരുന്നു. ഞാൻ ഒരു വട്ടം മുന്നേ പോയിട്ടുണ്ട് അബുദാബിക്ക്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇതാട്ടാൻ്റെ ബസ്സിൻ്റെ വ്യൂ കണ്ടാൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബസ് നിർത്തി. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ബസ് എടുത്ത് ഫുള്ള് ഇതിങ്ങനെയാട്ടോ അവസ്ഥ. അവിടെ തന്നെ വരെ ഈ വ്യൂ ആണ് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റിയിലേക്കൊക്കെ എത്തണു, അങ്ങനത്തെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണത് എത്താറായി വന്നു. എന്തോ ഈ വട്ടം പോയപ്പോൾ പെട്ടെന്ന് എത്താത്ത പോലൊരു ഫീലായിരുന്നു. എനിക്ക് മാത്രമുള്ള ഫീലും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്ത് നല്ലൊരു സൂര്യനെ കണ്ട് ഇങ്ങനെ വരണത് കണ്ട് ഇങ്ങനെ പോകുന്നത് കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ട്രാവൽ എത്തണില്ലല്ലോ എന്നുള്ളതാണ് മനസ്സിലായത്. എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അബുദാബി ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 8 മണി 8:30 ആയിട്ട് ഞാൻ എത്തിയപ്പോൾ അബുദാബി ബസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അങ്ങനെ ഇതാണ് ഇപ്പോൾ അബുദാബി ബസ് സ്റ്റേഷൻ ഉണ്ടാവും. നല്ലൊരു അടിപൊളിയായിട്ട് അവിടെ കാണാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഫുള്ള് എത്തണം, എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്താണത്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് എനിക്ക് ഇനി അബുദാബി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് വേറൊരു ബസ്സും പിടിക്കണം. ആ ബസ് പിടിച്ചിട്ട് വേണം എനിക്ക് ഇനി എൻ്റെ സ്ഥലത്തേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകാനായിട്ട് 1 മണിക്കൂറിന് ട്രാവലിംഗ് ഉണ്ട്. 3/4 മണിക്കൂറാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെച്ച് കണക്ക് കൂട്ടിയിട്ട് ഞാൻ 1 മണിക്കൂർ കൂട്ടി. അതുപോലെ തന്നെ 1 മണിക്കൂർ വേണം എനിക്ക് അവിടെ എത്താനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് വേറൊരു നോൾ കാർഡ് കൂടെ എടുക്കണം. അതായത് അബുദാബി ബസ്സിൽ കയറാനായിട്ട് വേറൊരു കാർഡ് എടുക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ ദുബായ് ബസ് സ്റ്റേഷനുള്ള പോലെ തന്നെ ഒരു നോൾ കാർഡ് ഉള്ള പോലെ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പം പറഞ്ഞു അവിടെ പോയിട്ട് നമ്മുടെ RTIയിലൂടെ പോയിട്ട് എടുത്താൽ മതി, വലിയ സീനൊന്നുമില്ല പറഞ്ഞു. അതുപോലെ ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് പോയിട്ട് എടുക്കണം. അപ്പോൾ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അബുദാബി എത്തിയിട്ടുണ്ടാവും. പിന്നെ അബുദാബിയിൽ നിന്ന് നമുക്കിനി വേറെ ബസ് വരെയാണ് പോകാൻ. അപ്പോൾ അവിടെ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എന്താ പറയുക, വേറെ ബസ്സിലും കയറണം. അപ്പോൾ ഇവിടുന്ന് വേറൊരു നോൾ കാർഡ് എടുക്കണം. അപ്പോൾ ആ ഒരു കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട്, ഇതാട്ട കാർഡ്. അപ്പോൾ ഇതൊരു 20 ദിർഹം കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് എടുക്കാമെന്നുള്ളൂ. അപ്പോൾ ആ കാർഡ് എടുത്തു. ഈ കാർഡിൽ വേണം നമുക്കിനി ഇതിൻ്റെ നോൾ കാർഡ് സെറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് യാത്ര ചെയ്യാനായിട്ട്. അപ്പം ഇനി നേരെ ഇനി ആ ബസ് വെയിറ്റ് നിൽക്കണം. ബസ്സിന് വരാനായിട്ട് ഒരു 10-20 മിനിറ്റ് പിടിക്കുന്നതാണ് നോക്കിയപ്പോൾ കണ്ടത്. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അതുവരെ വെയിറ്റ് ചെയ്യാണ്. ഇനി ആ ബസ് വന്നിട്ടാണ് ഇനി പോകാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് കാണാം ഇനി. അപ്പോൾ ഇതാണ് സ്ഥലം അബുദാബിയിൽ. അപ്പോൾ അവിടെ നിന്ന് ഒരു ബസ് കയറിയിട്ട് വേണം എനിക്ക് ഇനി ഇവിടേക്ക് എത്താനായിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 3/4 മണിക്കൂറിനടുത്തോളം ഇവിടേക്ക് എത്താൻ വന്നു. അപ്പോൾ ഇനി അവിടേക്ക് നടക്കണം. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നടക്കാണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കണില്ല. അപ്പോൾ മറ്റേ കാർഡ് ഇതായിരുന്നു കേട്ടോ. കാർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതായിരുന്നു ഒരു കാർഡ്. നമുക്ക് ദുബായിലുള്ള നോൾ കാർഡുള്ള പോലെ അവിടെ നിന്ന് ഒരു കാർഡാണത്. ഈ കാർഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്താണ് ഞാൻ പറഞ്ഞോളൂ. 20 ദിർഹം ഉള്ളൂ ഇതിന്. ഓക്കെ, അപ്പോൾ
എൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ റിട്ടേൺ നടക്കണം. എനിക്ക് വീണ്ടും തിരിച്ച് ബസ് കയറിയിട്ട് വേണം വീണ്ടും അബുദാബി സ്റ്റേഷനിലെത്താൻ. എന്നിട്ട് അവിടെ നിന്ന് വേണം ദുബായിക്ക് ബസ് കയറാനായിട്ട്. അപ്പോൾ ഇതാട്ടോ, ഇതാണ് സ്ഥലം അബുദാബി. മണാലി കൂടെയാണ് നടക്കണേ. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കണം, എന്നിട്ട് വേണം എനിക്ക് അവിടേക്ക് എത്താനായിട്ട്. ഏകദേശം ഒരു 800 മീറ്റർ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 800 മീറ്റർ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ച് നടക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഇനി വെയിറ്റ് ചെയ്യണം. ഇനി കുറച്ച് സമയം പിടിക്കും ബസ് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ അവിടുത്തെ പോലെ എപ്പോഴും ബസ്സൊന്നും ഇല്ല, കുറച്ച് ടൈം എടുത്താണ് ബസ്സൊക്കെ വരണത്. അപ്പോൾ ഇനി ഇവിടുന്ന് ബസ് എടുത്ത് ഇനിയൊരു എനിക്ക് തോന്നുന്നൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഇനി അബുദാബി സ്റ്റേഷനിൽ എത്താനായിട്ട്. അപ്പം ഇനി അതുവരെ ഇവിടെ നിൽക്കണം. നല്ല വെയിലാണ്, കണ്ടില്ല, നല്ല വെയിലാണ്. അപ്പം ഇനി അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ബസ്സിന് വേണ്ടിയിട്ട്. ബസ് കണ്ട അവിടെ ഒരു സ്ഥലമുണ്ടോ? അപ്പോൾ ഇവിടെയാണ് ബസ് വരിക. അപ്പം ഞാൻ അവിടെ പോയി നിൽക്കണം ബസ് വെയിറ്റ് ചെയ്തിട്ട്. അപ്പം ഇനി ബസ് എത്തിയിട്ട് കാണാം. ഇതേട്ടാ, അങ്ങനെ ഞാനിപ്പോൾ എല്ലാം കഴിഞ്ഞ് അബുദാബി ബസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് വേണം എനിക്ക് അബുദാബി ബസ് സ്റ്റേഷൻ എത്താൻ. ആ ഒരു ഗ്രീൻ കണ്ടില്ലേ നിങ്ങൾ, അതാണ് അബുദാബി ബസ് സ്റ്റേഷൻ. അപ്പോൾ ഇതോടെ വേണം ഈ ഒരു പാലത്തിൻ്റെ മുകളിലാണ് നടന്നു പോകാനായിട്ട്. അങ്ങനെ നടന്ന് കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കേണ്ടത്. നൈസായിട്ട് നടന്നുകൊണ്ടിരിക്കേണ്ടത്. അപ്പുറത്തേയും വ്യൂ ഒക്കെ കണ്ട് വണ്ടികളൊക്കെ പോകണം കണ്ടിട്ട് അങ്ങനെ പോകാൻ്റെ ഡ്രസ്സായിരുന്നു. പക്ഷേ അവിടെ എത്തിയിട്ട് എനിക്ക് അബുദാബി സ്റ്റേഷനിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വന്നിട്ട് ദുബായിലെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ നേരെ റൂമിലേക്ക് എത്തി. വേറെ ഒന്നും എടുത്തില്ല, നല്ല തിരക്കൊക്കെ സമയം എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഈവനിങ് ഞാനൊരു 4 മണിക്ക് ആയപ്പോൾ ഞാൻ എൻ്റെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടാ. അങ്ങനെ ഞാൻ അല്ലാതെ എത്തി. എന്നിട്ട് റൂമിൽ കയറാണ്. ലിഫ്റ്റിൽ കയറിയിട്ട് ഇതേ 10ാമത്തെ ഫ്ലോറാണല്ലോ നമ്മുടെ. അപ്പോൾ ലിഫ്റ്റിൽ ഞാൻ 10ാം നില എത്തിയിട്ട് വേണം ഈ റൂമിൽ കയറാൻ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാനിപ്പോൾ ഒരു 4-4:30 ആകുമ്പോഴേക്കും ഞാൻ റൂമിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ജസ്റ്റ് ഇവിടെ നിന്ന് ഞാൻ ദുബായിൽ നിന്ന് അബുദാബി വരെ പോകേണ്ട ഒരു വീഡിയോ ആയിരുന്നു. അതങ്ങനെ പ്രോപ്പറായിട്ട് ശരിക്കും ബ്ലോഗ് കാര്യമായിട്ടൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. പറ്റണ വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിൽ. പിന്നെ അതൊക്കെ കുറച്ചൊക്കെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്ത് എടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ നല്ല തിരക്കും അങ്ങനെയൊക്കെയാണ് ചിലതൊന്നും എടുക്കാൻ പറ്റാത്തത്. മെട്രോയിൽ കയറുമ്പോഴാണെങ്കിലും ശരി അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ പറ്റണതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോ പറഞ്ഞു മീൻസ് നമുക്ക് എടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ കുറേ വോയിസ് ഓവറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെ എത്ര റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ നിന്ന് പോകാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ പോയിട്ട് വേറെ കാർഡ് എടുക്കണം, അപ്പോൾ അതിന് എത്ര പൈസ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ നിന്ന് ഒരു 1 സൈഡ് ഏകദേശം 30-70 അടുത്ത് കൂട്ടിക്കും വരും. പിന്നെ അങ്ങനെ ഒരു 60 1 സൈഡ് അത് അങ്ങോട്ടും പോയി റിട്ടേൺ കൂട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതാണ്.